ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മധുരത്തിൻ്റെ ഒരു പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. മൈദപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത്ര ഹെൽത്തി അല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ദിവസമൊക്കെ നമുക്ക് ഇതും കൊണ്ടൊക്കെ ഒപ്പിക്കാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇതും കൂടി കൂട്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനൊരു ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ മുക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നല്ല ചൂടല്ല, എന്നാൽ അത്യാവശ്യം ചൂടുണ്ട് താനും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കാം. കണ്ടില്ലേ, ഈ രീതിയിൽ ഒരു സോഫ്റ്റ് ഡോ ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യൊന്ന് ഉരുകി വരട്ടെ. ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ശകലം കശുവണ്ടി ഇങ്ങനെ ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരണം. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇത് കൊപ്രയാണ്, വെള്ളം വറ്റി കിടന്ന കൊപ്ര ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. തേങ്ങ ചിരണ്ടി ചേർത്താലും മതി. അപ്പം വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ള എള്ളാണ് ചേർക്കുന്നത്. കറുപ്പ് ചേർത്താലും മതി. ഇനിയിപ്പോൾ ഇല്ലാന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇതാ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന വലുപ്പമില്ലേ, ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഒന്ന് ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പൂരി പോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഈ ചപ്പാത്തിക്കല വെച്ചിട്ട് ഒന്ന് പരത്തുന്നുണ്ട്. നമുക്കിതിന് പൊടിയോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ബട്ടർ ചേർത്താണല്ലോ കുഴച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഇതിങ്ങനെ കല്ലിൽ നിന്ന് വിട്ട് കിട്ടും. ഈ ചപ്പാത്തിക്കോലയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഒരു പൂരിയുടെ വലുപ്പത്തിൽ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുന്തിരി എടുത്ത് വെക്കുന്നുണ്ട്, കോരി എടുത്തപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് ഇങ്ങനെയൊന്ന് നമുക്ക് സീൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ.
ഈ രീതിയിൽ ഇങ്ങനെയൊന്ന് സീൽ ചെയ്താൽ മതി. ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടിക്കാൻ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ 2 സൈഡും കൂടി പിടിച്ചിങ്ങനെ ഒട്ടിക്കുമ്പോൾ തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. ഇതേപോലെ കയ്യിൽ എടുത്തിട്ട് ചെയ്താലും മതി. നടുക്കോട്ട് മധുരം വെച്ചിട്ട് മടക്കി എടുത്തിട്ട് നമുക്ക് സീൽ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇടയ്ക്ക് ഇടുമ്പോഴത്തേനും ഇതിങ്ങനെ തുറന്നു പോയിട്ട് ഈ തേങ്ങയുടെ മിക്സ് മുഴുവൻ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും കേട്ടോ. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒരു 5-6 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പൂരി ആവുന്ന പോലെ സോഫ്റ്റ് ആയിട്ടല്ല, ഒരു ഇച്ചിരി കൂടി ഒന്ന് ഹാർഡായിട്ട് വരണം. ഇങ്ങനെ അത്ര ഹാർഡ് ആവില്ല മൈദപ്പൊടി ആയതുകൊണ്ട്. ഒരു വിധം ഹാർഡായി വരുമ്പോൾ വേണം നമുക്കിത് എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാൻ കേട്ടോ. ഒരു അത്യാവശ്യം ക്രിസ്പി ആയി എന്ന് തോന്നുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാം. ഒത്തിരി നേരം ഇട്ടിട്ട് കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. പിന്നെ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങും കേട്ടോ. വലിയ കുഴപ്പമില്ല, എന്നാലും ഒരുവിധമൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതുപോലെ തന്നെ മറ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.